അതിമനോഹരമായ ഒരു കിഡ്സ് ബെഡ്റൂം നമുക്ക് നോക്കാം. ഇങ്ങോട്ട് വരികയാണെങ്കിൽ കിഡ്സ് ബെഡ്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പോർഷനിലാണ് ഒരു മിറർ അതേപോലെ ഒരു ഡ്രോവറൊക്കെ കൊടുത്തിട്ടുണ്ട്. പഠിക്കാനും അതേപോലെ ഈ ഒരു ഡ്രോവറിൽ എന്തെങ്കിലും മെറ്റീരിയലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ചെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിൽ 3 ഡോറുള്ള വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് അതേപോലെ അപ്പുറത്തെ സൈഡിലുള്ള പോലെ തന്നെ ഒരു ഡ്രോവറും അതേപോലെ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ വാളിലേക്ക് നോക്കുകയാണെങ്കിൽ കിഡ്സ് ബെഡ്റൂം ആണല്ലോ, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ളൊരു ഒരു വാൾപേപ്പറാണ് ഈ വാളിൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു എൽ ഷേപ്പിലുള്ള വാളിൽ ടോട്ടലി സി ടൈപ്പിൽ തന്നെ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പോർഷനിലാണ് ബേ വിൻഡോ കൊടുത്തിട്ടുള്ളത്. ബേ വിൻഡോ ശരിക്കും നമുക്ക് ഇരിക്കാനും അതേപോലെ കുട്ടികൾക്ക് കിടക്കാനൊക്കെ ഈ ഒരു സ്പേസിൽ പറ്റുന്നതാണ്. ഈ ഒരു സ്പേസിൽ ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റുന്നൊരു ഏരിയ ആണ്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ കോട്ട് വരുന്നത്. 5 അടി സൈസിലുള്ള കട്ടിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ റെക്സിൻ ഹെഡ് റെസ്റ്റിൻ്റെ ആ റെക്സിന് മേലെ വരെ വരുന്നുണ്ട്. ഈ ഒരു ഇതിൻ്റെ തൊട്ട് മേലെ ഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു കോട്ടുണ്ട് കേട്ടോ, കുട്ടികൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. മേലത്തെ കട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റെപ്സും കൊടുത്തിട്ടുണ്ടോ, വളരെ ചെറുത് കുട്ടികളുടെ. അപ്പം ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ സ്റ്റെപ്സ് കൊടുത്തു. ഈ ഒരു പോർഷനിൽ സീസോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിംഗിൾ വിൻഡോ അവിടെയും ഒരു സിംഗിൾ വിൻഡോ അപ്പുറത്തെ സൈഡും ഉണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ഈ മേലത്തെ കോട്ടിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ്. കുറച്ച് റൗണ്ടൊക്കെ കൊടുത്തിട്ട് നല്ലൊരു അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് കുറച്ച് ഗ്രില്ലും പോളിസ്റ്ററാഡൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ സീലിംഗ് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സീലിങ്ങിൽ തന്നെ അതേ ഈ ഒരു വുഡൻ ഫിനിഷിൽ തന്നെ സീലിങ്ങിൻ്റെ താഴെ പാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു റൂമിൻ്റെ ഒരു തീമിലാണ് ഈ ഒരു മേലത്തെ കോട്ട് ചെയ്തിട്ടുള്ളത്. റൂമിൻ്റെ ഉള്ളിൽ വേറൊരു റൂം. പിന്നെ ഈ ഒരു പോർഷനിലാണ് ഒരു പഠിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഡ്രോവർ കൊടുത്തിട്ടുണ്ട്, ഒരു ചെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഈ ഒരു പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു കുറഞ്ഞ സ്പേസിലാണ് ഈ ബെഡ്റൂമിലുള്ളത് കേട്ടോ. കാരണം അതിൽ ഒരുപാട് എലമെൻറ്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 കോട്ട് മേലെയും താഴെയും കോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നല്ല ഭംഗിയിലുള്ള സ്റ്റെപ്സും അതേപോലെ സീസോ അതേപോലെ സ്റ്റഡി 3 പേർക്ക് ഇരുന്ന് പഠിക്കാനുള്ള സ്പേസ്, ബേ വിൻഡോ, വാർഡ്രോബ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബെഡ്റൂം ആട്ടോ ഇത്. സീലിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഹാങ് ലൈറ്റും അതേപോലെ പ്രൊഫൈൽ ലൈറ്റ്, കോവ് ലൈറ്റ്, അതേപോലെ ഒരു കോർണറിലേക്ക് ഒരു സൈഡിൽ നിന്ന് കോർണറിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഡിസൈനാണ്. ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് എൻഡ് ചെയ്യുന്ന രീതിയിലാണ് സീലിങ്ങിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള സീലിംഗ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.